ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് ആൻ അംബ്രല്ല ഫോർ ഓൾ. വളരെ ഭംഗിയുള്ളൊരു ചിത്രമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോറിയിലോട്ട് പോവാം. ലിസൺ, ഇവിടെ ഈ പിക്ചർ നോക്കൂ. എന്താണ് ആ പിക്ചറിനകത്ത്? ആരെയാണ് നിങ്ങൾ കാണുന്നത്? യെസ്, അതൊരു ആൻഡ് ആണല്ലേ. ആൻഡ് എന്ന് വെച്ചാൽ ആരാണ്? ഉറുമ്പാണ്. ഉറുമ്പ് ഹാപ്പിയാണോ സാഡാണോ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അതെ, സാഡാണല്ലേ. കരഞ്ഞുകൊണ്ട് പോകുന്ന പോലെയുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അവൻ ഇത്ര സങ്കടം? അതെ, മഴയത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. മഴയത്ത് നടന്നു പോകുമ്പോൾ അവന് വേണമെങ്കിൽ എന്തുണ്ടാവില്ല, മഴ നനഞ്ഞ് വെയ്യാണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം. അവന് മഴയത്ത് പോകാൻ വേണ്ടി ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ആൻഡ് ഇങ്ങനെ സങ്കടപ്പെട്ട് പോകുന്നതെന്ന് നോക്കിയാലോ നമുക്ക്. ലിസൺ. A small ant was searching for food. Suddenly, it started raining. I am all wet. Where shall I find shelter? The ant looked around. ഇവിടെ നോക്കൂ. An ant was searching for food. എന്താണ് അവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ, ഫുഡാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൻഡ് എന്തായിരിക്കാം? വിശന്ന് നടക്കുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ക്ഷീണിച്ച സങ്കടപ്പെട്ട മുഖമുള്ളതല്ലേ. നമുക്കെല്ലാവർക്കും വിശന്ന് കഴിഞ്ഞാൽ എന്താ, ദേഷ്യവും സങ്കടമൊക്കെ വരും അല്ലേ. നോക്കാം. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. പെട്ടെന്ന് എന്താ വന്നത്? മഴ പെയ്യാൻ തുടങ്ങി അല്ലേ. മഴ കാണുന്നില്ലേ നിങ്ങളെല്ലാവരും? നിങ്ങൾക്ക് ഇഷ്ടമാണോ മഴയത്ത് നടക്കാൻ? നല്ലതായിരിക്കും അല്ലേ. പക്ഷെ നമ്മുടെ ഉറുമ്പ് അത്ര സന്തോഷത്തിലല്ല കേട്ടോ. അവൻ പറയുന്നത് എന്താ നോക്കൂ. ഐ ആം ഓൾ വെറ്റ്. ഞാൻ ആകെ എന്ത് ചെയ്തു, നനഞ്ഞുപോയി. വേർ ഷോൾ ഐ ഫൈൻഡ് ഷെൽറ്റർ? എവിടെയാണ് ഞാൻ ഇനി എനിക്കൊരു ഷെൽറ്റർ കണ്ടുപിടിക്കുന്നത്? ഷെൽറ്റർ എന്ന് വെച്ചാൽ എന്താണ്? അഭയം അല്ലേ. ഒരെണ്ണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെൽറ്റർ എന്ന് പറയുന്നത്. ദെൻ ദ ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ മഴയത്ത് നിന്ന് ഓടിക്കയറി നിൽക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ എന്ന് ആൻഡ് എന്ത് ചെയ്യാൻ തുടങ്ങി, തിരയാൻ തുടങ്ങി. എവിടെ ആയിരിക്കും ആൻറ്റിനൊരു ഷെൽറ്റർ കിട്ടുന്നത്? നോക്കാം നമുക്ക്. The ant saw a tiny mushroom. He ran towards the mushroom. It was red in color. There were yellow spots on it. I shall make it an umbrella. The ant sat under it. അപ്പോൾ ഷെൽറ്റർ ഉണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ആൻഡ് എന്ത് കണ്ടു? എ ടൈനി മഷ്റൂം. ഒരു കൂണ് കണ്ടു. മഷ്റൂം എന്ന് വെച്ചാൽ എന്താണ്? കൂണ്. മഴയത്ത് കൂണ് മുളച്ച് വരുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൂണ് കണ്ടു. ഹി റാൻ ടുവേർഡ്സ് ദ മഷ്റൂം. ഇത് കണ്ടതും അവൻ എന്ത് ചെയ്തു? മഴയത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ച് അതിനടുത്തേക്ക് ഓടി. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ ആൻഡ് ഓൾസോ ദർ വർ യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ്. എന്തായിരുന്നു മഷ്റൂമിൻ്റെ കളർ? റെഡ് ആയിരുന്നു അല്ലേ. അതുകൂടാണ്ട് അതിലേത് കളർ സ്പോട്ടുകളാണ് ഉണ്ടായിരുന്നത്? യെല്ലോ കളർ. വെരി ഗുഡ്. ഐ ഷോൾ മേക്ക് ഇറ്റ് ആൻ അംബ്രല്ല. ദ ആൻഡ് സാറ്റ് അണ്ടർ ഇറ്റ്. ഞാൻ ഇതിനെ എന്ത് ചെയ്യും? ഒരു അംബ്രലയാക്കും. അതായത് ഞാൻ ഇതിനെ ഒരു കുടയായിട്ട് എന്ത് ചെയ്യുന്നു, കണക്കാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആൻഡ് എന്ത് ചെയ്തു? അതിന് താഴെ അങ്ങനെ ഇരുന്നു. എന്തുകൊണ്ടാണ് ആൻഡ് മഷ്റൂമിന് അംബ്രല്ലയാണെന്ന് പറഞ്ഞത്? അംബ്രല്ല എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതേ, മഴയത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലേ. മഴ കൊള്ളാണ്ടിരിക്കാനാണ് നമ്മൾ കുട ചൂടി നടക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻറ്റിനെ മഴയിൽ നിന്ന് രക്ഷിച്ചത് ആരാണ്? മഷ്റൂമാണ്. അതുകൊണ്ട് തന്നെ മഷ്റൂമിനെ എന്തായി കണക്കാക്കുന്നു? ഒരു അംബ്രല്ലയാണെന്നും പറഞ്ഞുകൊണ്ട് ആൻഡ് എന്ത് ചെയ്യുവാണ്? അതിന് താഴെ അവിടെ ഇരിക്കുവാണ്. എ ബട്ടർഫ്ലൈ സ്ലോലി കെയിം നിയർ ദ മഷ്റൂം. ഐ ആം സോ വെറ്റ്. ഐ കാൺട്ട് ഫ്ലൈ. പ്ലീസ് ലെറ്റ് മീ ഇൻ. How can I let you in? There is no space for you, said the ant. Please, I shall sit close to you, the butterfly said. Okay, the ant agreed. The butterfly got in. ഒത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഒരു ബട്ടർഫ്ലൈ എന്ത് ചെയ്തു? പതിയെ നടന്നുകൊണ്ട് മഷ്റൂമിനടുത്ത് വന്നു. ഐ ആം സോ വെറ്റ്. ഐ കാൺ ഫ്ലൈ. ഞാൻ ഒരുപാട് എന്ത് ചെയ്തു? നനഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? പറക്കാൻ കഴിയുന്നില്ല. പ്ലീസ് ലെറ്റ് മീ ഇൻ. എന്നെ ഒന്നകത്തേക്ക് കയറ്റാമോ എന്ന് ആരോടാ ചോദിക്കുന്നേ? ആൻറ്റിനോടാ ചോദിക്കുന്നേ. ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ? ഞാൻ എങ്ങനെയാണ് നിന്നെ ഇതിനകത്ത് കയറ്റുന്നത്? ദർ ഈസ് നോ സ്പേസ് ഫോർ യു. ഇവിടെ നിനക്കുള്ള സ്പേസ് ഇല്ല.
പ്ലീസ് ദയവായി ഞാൻ നിൻ്റെ കൂടെ തന്നെ ഇരുന്നോളാം, അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് തന്നെ ഇരുന്നോളാം എന്ന് ബട്ടർഫ്ലൈ പറഞ്ഞു. ഓക്കെ, ദ ആൻഡ് അഗ്രീഡ്. ദ ബട്ടർഫ്ലൈ ഗോട്ട് ഇൻ. അത്രയും ഇങ്ങനെ ബെഗ് ചെയ്ത് പറഞ്ഞപ്പോൾ ആൻഡ് എന്ത് ചെയ്തു, ശരി എന്ന് പറഞ്ഞ് മഷ്റൂമിനടുത്തേക്ക് അല്ലെങ്കിൽ അതിനടിയിലേക്ക് ആരെ കൂടി വിളിച്ചു, ബട്ടർഫ്ലൈയെ കൂടി വിളിച്ചു. ശരിക്കും അവിടെ സ്ഥലം ഉണ്ടാവുമോ ബട്ടർഫ്ലൈക്ക്? നോക്കാം നമുക്ക്. എ ലിറ്റിൽ സ്പാരോ ഹോപ്ഡ് അപ്പ് ടു ദ മഷ്റൂം. ഐ ആം സോ ടയർഡ്. Can I sit with you? The sparrow cried aloud. But there is no room here, the mouse said. Please move over just a little, the sparrow pleaded. They moved over and there was space enough for the sparrow too. ഇവർ മൂന്നുപേരും കൂടി ഇങ്ങനെ അംബ്രല്ലയുടെ താഴെ ഇരിക്കുന്ന സമയത്ത് ഒരു ലിറ്റിൽ സ്പാരോ എന്ത് ചെയ്യുന്നു, ചാടി ചാടി മഷ്റൂമിനടുത്തോട്ട് വരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞത് എന്താണ്, ഐ ആം സോ ടയേർഡ്. ഞാൻ നല്ലാണ്ട് ക്ഷീണിച്ചു പോയി. ക്യാൻ ഐ സിറ്റ് വിത്ത് യു? എനിക്കൊന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ കഴിയുമോ? ബട്ട് ദർ ഈസ് നോ സ്പേസ് ഹിയർ, ദ മൗസ് സെയ്ഡ്. എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെ മൗസ് എന്തു പറഞ്ഞു, അയ്യോ ഇവിടെ സ്പേസ് ഇല്ല. പ്ലീസ് എന്നവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ബെഗ് ചെയ്യാൻ തുടങ്ങി. ഒരിത്തിരി ഒന്നങ്ങ് മൂവ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്തോളാം, അവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്തു, ഒന്നുകൂടി ഒന്ന് ഒതുങ്ങിക്കൊടുത്തപ്പോൾ അവിടെ നമ്മുടെ സ്പാരോയ്ക്ക് കൂടി എന്ത് ചെയ്യാൻ പറ്റി, അതിനകത്ത് കയറിയിരിക്കാൻ പറ്റി. മഴയായത് കാരണം പല സമയത്ത് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് വോയിസിൽ ചെറിയ ചേഞ്ച് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മഷ്റൂമിന് താഴെയായിട്ട് ആൻഡ്, ബട്ടർഫ്ലൈ, മൗസ്, സ്പാരോ എല്ലാവരും എന്ത് ചെയ്യാണ്, ഇരിക്കുകയാണ്. പെട്ടെന്ന് അവരെന്ത് ചെയ്തു, ഒരു വലിയ കരച്ചിൽ കേട്ടു. അപ്പോൾ എന്താ, അവർ കരയുന്നിടത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് എന്താ, ഒരു റാബിറ്റ് എന്ത് ചെയ്തിരുന്നു, കരഞ്ഞുകൊണ്ട് ഓടി വരുമായിരുന്നു. അവൻ്റെ കണ്ണിൽ മുഴുവൻ പേടിയുണ്ടായിരുന്നു. എന്തിനായിരിക്കും അവൻ പേടിച്ച് ഓടി വരുന്നത്? അതുപോലെ തന്നെ അവൻ്റെ ആ നല്ല കാലുകളുണ്ടല്ലോ, റാബിറ്റിൻ്റെ കാലൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് അല്ലേ, അതെല്ലാം ചെളിയിലൊക്കെ പുരണ്ടുകൊണ്ട് പേടിച്ച് അവൻ കരഞ്ഞു വരുമായിരുന്നു. എന്തിനായിരിക്കും അവൻ അങ്ങനെ കരഞ്ഞുണ്ടായിരിക്കുക? എന്തായിരിക്കും കാരണം? നോക്കാം നമുക്ക്. എ റാബിറ്റ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. സേവ് മീ പ്ലീസ്, ഹി ക്രൈഡ്. ഓ ഹൈഡ് മീ, എ ഫോക്സ് ഈസ് ചേസിങ് മീ. ദ റാബിറ്റ് വാസ് ഷിവറിങ് വിത്ത് ഫിയർ. പുവർ റാബിറ്റ്, സെഡ് ദ ബട്ടർഫ്ലൈ. ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ ആൻഡ് ടേക്ക് ഹിം ഇൻ, സെഡ് ദ ആൻഡ്. ഇവിടെ റാബിറ്റ് ഓടി വന്നിട്ട് എന്താ പറഞ്ഞത്, സേവ് മീ പ്ലീസ്, എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്തു, കരയാൻ തുടങ്ങി. ഓ ഹൈഡ് മീ, എ ഫോക്സ് ഈസ് ചേസിങ് മീ, എന്നെ ഒന്ന് ഒളിപ്പിക്കൂ, എന്നെ എന്ത് ചെയ്യുവാണ്, ഒരു ഫോക്സ്, ഒരു കുറുക്കൻ എന്നെ എന്ത് ചെയ്യുക, പിടിക്കാൻ വേണ്ടി ഓടിക്കുവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ഒളിപ്പിക്കൂ എന്നവൻ പറഞ്ഞു. അപ്പോൾ ബട്ടർഫ്ലൈക്ക് റാബിറ്റിനെ കണ്ടപ്പോൾ എന്തായി, പാവം തോന്നി. അവൻ പറഞ്ഞു, പാവ റാബിറ്റ് എന്ന് പറഞ്ഞു. അന്നേരം നമ്മുടെ ആൻഡ് പറഞ്ഞു എന്ത്, ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ ആൻഡ് ടേക്ക് ഹിം ഇൻ. കുറച്ചുകൂടി ഒന്നങ്ങ് നീങ്ങിക്കൊടുക്കൂ, അവനെയും കൂടി എന്ത് ചെയ്തോട്ടെ, അകത്ത് കയറ്റിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ മഷ്റൂമിനകത്ത് റാബിറ്റിനെ കൂടി കൊണ്ടിട്ടുണ്ടായിരിക്കുമോ? അവനെ കൂടി കൊള്ളാൻ വേണ്ടിയുള്ള സ്ഥലമുണ്ടോ അവിടെ? ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒരു ഫോക്സ് ഓടി മഷ്റൂമിനടുത്ത് വന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഹാവ് യു സീൻ എ റാബിറ്റ്? നിങ്ങളൊരു റാബിറ്റിനെ കണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് അങ്ങനെ ചുറ്റും നോക്കുവാണ്. എ ഫോക്സ് കെയിം റണ്ണിങ് ദർ. He raised his sharp ears and looked around. There is a smell of rabbit around. Is he hiding here? കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫോക്സ് വന്നിട്ട് എന്ത് ചെയ്തു, അവൻ്റെ ഷാർപ്പ് ഇയേഴ്സ് ഇങ്ങനെ കൂർപ്പിച്ചിട്ട് ഇങ്ങനെ ചുറ്റിലും നോക്കി. എന്നിട്ട് പറയുവാണ് അവൻ എന്ത്, ഇവിടെ ഒരു റാബിറ്റിൻ്റെ സ്മെല്ലുണ്ട്, നിങ്ങളെങ്ങാനും അവനെ ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് അവരോട് എന്ത് ചെയ്തു, ചോദിച്ചു. അവർ പറഞ്ഞു കൊടുത്തതാണോ, അതാ ഇവിടെ ഇരിക്കുന്നു അവനെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ? യു സില്ലി ഫോക്സ്, ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം? ആസ്ക് ദ മൗസ്. ദർ ഈസ് നോ സ്പേസ് ഹിയർ, കാൻ't യു സീ? ആസ്ക് ദ ആൻഡ്. ദ ഫോക്സ് ലിഫ്റ്റ് ഹിസ് നോസ് അപ്പ്, ഫ്ലിക്ക് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഓഫ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ മൗസ് ചോദിച്ചു എന്ത്, എൻ്റെ കുറുക്കാ, നിനക്ക് തോന്നുന്നോ ഈ മഷ്റൂമിനടിയിൽ ഒരു റാബിറ്റിനെ കൊള്ളുമെന്ന്? ഇവിടെ അതിന് സ്പേസ് എവിടെ, നിനക്ക് കാണുന്നോ എന്തെങ്കിലും ഒരു സ്ഥലം ഇവിടെ എവിടെയെങ്കിലും കാണുന്നോ നീ എന്ന് നമ്മുടെ ആൻഡും ചോദിച്ചു.
ഇത്രയും കേട്ടപ്പോൾ നമ്മുടെ ഫോക്സ് എന്ത് ചെയ്തു, അവിടെ റാബിറ്റ് ഇല്ല എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, ഓടിപ്പോയി. The rain was over. The sun looked out from behind the clouds. Everyone came out of the mushroom with joy. They became friends. ഒത്തിരി നേരം കഴിഞ്ഞപ്പോൾ മഴ എന്ത് ചെയ്തു, നിന്നു. മേഘങ്ങൾക്കിടയിൽ നിന്ന് സൂര്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി, പുറമേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എല്ലാവരും മഷ്റൂമിനുള്ളിൽ നിന്ന് എന്ത് ചെയ്തു, പുറത്തേക്ക് വന്നു. അവരെല്ലാവരും ഇപ്പോൾ എന്താണ്, ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. The ant looked at his friends. At first, there was space just for myself, and then all of us could sit under the mushroom. How was this possible? The ant was really confused. Quack, quack. Somebody laughed loudly behind them. ഇവർ പുറത്ത് വന്നപ്പോൾ നമ്മുടെ ആൻറ്റി ചോദിച്ചു, എന്ത്, ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ ഈ ഒരു മഷ്റൂമിന് താഴെ എന്നെ മാത്രമേ കൊള്ളുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നോക്കൂ, നമ്മളെല്ലാവരെയും ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റി, ഇരിക്കാൻ വേണ്ടി പറ്റി. എങ്ങനെയാണ് ഇത് നടന്നത് എന്ന്, എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്ന് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ചോദിക്കാൻ തുടങ്ങി. അവനിങ്ങനെ ഭയങ്കരമായിട്ട് കൺഫ്യൂസായി നിൽക്കുക. ഇന്നിങ്ങനെ സാധിച്ചു, ഞാൻ വന്നപ്പോൾ എനിക്ക് മാത്രമേ ഇരിക്കാനൊക്കെ ഉള്ളായിരുന്നു, ഇപ്പോൾ നമ്മൾ എത്ര പേരാ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ പിറകിൽ നിന്നൊരു സൗണ്ട് കേട്ടു. ആരാണത്? They saw a fat green frog. It was sitting on the top of the mushroom. Quack, laughed the frog, shaking his head at them. Don't you know what happens to the mushroom during rain? And he hopped away, still laughing. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയാ കണ്ടത്? മഷ്റൂമിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രീൻ ഫ്രോഗ് ഇരിക്കുന്നു. അവൻ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്ത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ മഴയത്ത് മഷ്റൂമിന് എന്താ സംഭവിച്ചതെന്ന്, നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, ചിരിച്ചുകൊണ്ട് ചാടി ചാടി അങ്ങോട്ടോ പോയി. എന്തിനായിരിക്കും ഫ്രോഗ് ചിരിച്ചിട്ടുണ്ടായിരിക്കുക? The ant, the butterfly, the mouse, the sparrow and the rabbit looked at one another. Then they looked at the mushroom and suddenly they noticed something. The mushroom has grown up. ഇവിടെ നമ്മുടെ ഫ്രോഗ് ചിരിച്ചുകൊണ്ട് പോയപ്പോൾ ഇവർക്ക് ഫ്രണ്ട്സിന് ആർക്കും മനസ്സിലായില്ല എന്തിനാ അവൻ ചിരിച്ചതെന്ന്. അവരങ്ങനെ തമ്മിൽ നോക്കിക്കൊണ്ട് പിന്നെ അവരെന്ത് ചെയ്തു, മഷ്റൂമിനൊന്ന് നോക്കി. അപ്പോഴാണ് അവർ കണ്ടത്, എന്ത്, മഷ്റൂം ഒരുപാട് വളർന്നു പോയിരിക്കുന്നു. നമുക്കറിയാം അല്ലേ, കൂൺ എന്ത് ചെയ്യും, മുളച്ച് വരുന്നത് പോലെ ആവില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും അതെന്ത് ചെയ്യും, മഴ തീരുമ്പോഴേക്കും തന്നെ ഒരുപാട് അങ്ങ് വളരും. അത് മഷ്റൂമിൻ്റെ ഒരു പ്രത്യേകതയാണല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ മഷ്റൂം വളർന്നതുകൊണ്ടാണ് ആൻറ്റ് വന്നപ്പോൾ ഉള്ളതും മൗസ് വന്നപ്പോഴും സ്പാരോയും ബട്ടർഫ്ലൈയും റാബിറ്റും എന്ത് ചെയ്തത്, മഷ്റൂമിന് താഴെ ഹാപ്പി ആയിട്ട് നിന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിനകത്ത് പഠിക്കാനുള്ളത്. നല്ലൊരു സ്റ്റോറി ആയിരുന്നു അല്ലേ? കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും സ്റ്റോറി നന്നായിട്ട് വായിക്കുക, ന്യൂ വേർഡ്സ് എല്ലാം പഠിക്കുക, മിടുക്കരായിട്ടിരിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ.